ഇന്ന് നമുക്കൊരു മന്തിയുടെ വിശേഷങ്ങൾ പങ്കുവച്ചാലോ? അപ്പോൾ ഞാൻ വീട്ടിൽ ആദ്യമായിട്ട് ഞാൻ തയ്യാറാക്കി നോക്കിയതാണ് മന്തി. അപ്പോൾ അത് നല്ല സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോടെ തന്നെ വീട്ടിലും തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് നമുക്കൊന്ന് വരഞ്ഞെടുക്കണം. എങ്കിലേ മസാലയൊക്കെ ഉള്ളിലേക്ക് പോയി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് മന്തിയുടെ കഷ്ണങ്ങളാക്കി തന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഫോർക്ക് വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ മന്തിയുടെ മസാല ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പൊടിച്ച് വെച്ചതായിരുന്നു. അത് ഒരു 5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളി പേസ്റ്റായിരുന്നു. നമുക്കിവിടെ കറണ്ട് പോയ സമയമായതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രഷ് ചെയ്യുന്ന ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് നന്നായി ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ച് വെക്കണം. ഈ ഓയിലിലാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ചിലപ്പോൾ ചില സമയത്ത് ചേർക്കാതെയും തയ്യാറാക്കാം. എന്നാലും ഒരു ടേസ്റ്റിന് നല്ലതായതുകൊണ്ട് ഞാൻ ഒരു സവാള ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം, റെസ്റ്റ് ചെയ്യാൻ. ഞാനിതൊരു 3/4 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിന് ശേഷം ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൺചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു ഭാഗം വെന്തതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം ചിക്കൻ്റെ പീസ് വലിയതാണ്. അതുപോലെ തന്നെ 2 ഭാഗവും നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയാണ് തിരിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ട റൈസ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ റൈസ് തയ്യാറാക്കുന്നതിന് മുഴുവൻ കുരുമുളക്, ഏലക്കായ, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, പിന്നെ കറുത്ത നാരങ്ങയും കൂടി ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നത്. അരി എടുത്തത് 5 ഗ്ലാസ് അരിയായിരുന്നു. പക്ഷേ വെള്ളം അതിലധികം അതിന് കണക്കായിട്ട് വെച്ചതല്ല. കാരണം നമ്മളിത് ഇതിൽ വെച്ചതിന് ശേഷം വേവിച്ചതിന് ശേഷം കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ അരി ഞാനൊരു 20 മിനിറ്റ് കഴുകി കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക്. പിന്നെ കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് നന്നായി കുക്കായിട്ടുണ്ട്. ഒരു 1/4 വേവ് ആവുന്ന സമയത്ത് നമുക്കൊരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. അതിലേക്ക് ഈ ചോറും കൂടി ചേർത്തിട്ട് ഒന്ന് ദം ചെയ്താൽ നമ്മുടെ മന്തി റെഡിയായി. അപ്പോൾ ഇതുപോലെ മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇതുപോലെ ചോറിൻ്റെ താഴത്തേക്ക് കുത്തി വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക്
കുറച്ച് ചിരട്ട കത്തിച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്ത് ഇതിൽ പുകയിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ആ കറുത്ത നാരങ്ങയും പിന്നെ ഒരു കളറിന് വേണ്ടി ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾ കലക്കി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ദം ചെയ്യാം. അപ്പോൾ ദം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയതാണ് കാണുന്നത്. അത് നമ്മുടെ മന്തി നല്ല സൂപ്പറായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം.